ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഈ ഒരു ചമ്മന്തിയാണ്. നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപാര രുചിയാണ് ഇതിന് കേട്ടോ. അപ്പം ചെറിയ ഉള്ളി, മുളക്, 1-2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തോളൂ. നല്ലതായിട്ട് വഴറ്റി നല്ലൊരു മണമൊക്കെ വരില്ല, ഉള്ളി മൂത്ത മണം. അപ്പോഴത്തേക്കും നമ്മുടെ മുളകും ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒരു കളറൊക്കെ മാറി വരുന്നവരെ നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ, മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂട് ചോറ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് തണുക്കുന്നത് വരെ വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ചെറിയൊരു ജാറെടുത്ത് മിക്സിയുടെ അതിലേക്ക് എല്ലാം ഇട്ടു, അല്പം പുളി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, വേറെ കറിയൊന്നും വേണ്ട. എന്നാലും ഞാനിവിടെ ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കുന്നുണ്ട്. മുട്ടത്തോരനും പിന്നെ ഇതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം. ഇന്നിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ചമ്മന്തി തന്നെയാണ് എന്തായാലും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനൊരു മാങ്ങ ഇട്ട കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മൺചട്ടിയിൽ. അല്പം ചമ്മന്തി നന്നായിട്ട് കൂട്ടുന്നതുകൊണ്ട് കുറച്ച് കറിയേ വെച്ചിട്ടുള്ളൂ. നല്ല ചൂട് ചോറുണ്ട്. അപ്പം നമുക്കൊന്ന് വിളമ്പി നോക്കാം. ചൂട് ചോറിലേക്ക് നമ്മുടെ ചമ്മന്തിയാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ. പിന്നെ മുട്ടത്തോരനും എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇത്തിരി അവിയലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തു. ഇനി മാങ്ങക്കറി വേണമെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ സ്പെഷ്യൽ ചമ്മന്തി കൂട്ടി തന്നെയാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ ദേ ചോറിനകത്തേക്ക് അല്പം ചമ്മന്തി എടുത്ത് ഇതുപോലെയൊന്ന് ഉരുട്ടി കഴിച്ച് നോക്കിക്കേ, നല്ല ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയുക.